Reflex Tech Village, Ella Priya Gutarkum Swagadam. In the number Kanikamono video, 7.1 Amplifier and in the number video. Then we have 5.1, 5.2, 7.1, 7.2 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു വ്യത്യാസം എന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചാണ് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് യൂണിവേഴ്സലിന്റെ ബോർഡാണ് സ്ഥിരം ഉപയോഗിക്കാറ്. ഇതിലും അത് തന്നെയാണ് യൂണിവേഴ്സലിന്റെ 5.1 പ്രൊലോജിക് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ പേരിൽ ഇറക്കുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് TDA 7265 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള ബോർഡിന് നമ്മളൊന്ന് 5 ചാനലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്ന് 7 ചാനലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 7 ചാനലാണ്, അതായത് 5 IC വെച്ചിട്ട് 7 ചാനലാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ചാനൽ 50 വാട്ട്സ് വീതമാണ് കിട്ടുന്നത്. റൗണ്ടിൽ വന്നതാണ് റിയർ സൈഡും അതുപോലെ തന്നെ റിയർ ബാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു IC ന്ന് 2 ചാനലാണ് സ്റ്റീരിയോ മോഡിലാണ് എടുത്തിരിക്കുന്നത്. അത് 25 ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. നമ്മൾ പവർ ട്രിക്കിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടത് തന്നെയാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 5.1 എടുത്തിട്ടുണ്ട്, 2.1 എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് പവർ സപ്ലൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. അത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ രീതിക്ക് വേണ്ടിയുള്ള വോൾട്ടേജുകളൊക്കെ ടാപ്പിംഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. പവർ സപ്ലൈ ബോർഡും നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന പവർ സപ്ലൈ ബോർഡ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊലോജിക് ബോർഡിൽ നിന്ന് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ചാനൽ ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് 7 ചാനലിലേക്ക് വേണ്ടിയാണ്. അതായത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, അതുപോലെ തന്നെ സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, ബാക്ക്. അപ്പോൾ 5 ചാനലിൽ നിന്ന് നമ്മൾ 7 ചാനലാണ് എടുത്തിരിക്കുന്നത്. 2 സറൗണ്ട് വന്നെടുത്തത് നമ്മൾ 4 സറൗണ്ട്, കുറച്ച് വലിയ റൂം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് വരുന്നത് ഇതിനകത്ത് ഡയറക്റ്റ് 5 ചാനൽ ഔട്ടിൽ നിന്നാണ് നമ്മൾ 7 ചാനൽ ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് സബ്വൂഫറിൻ്റെ ഔട്ട് എക്സ്ട്രാ ഉണ്ട്. അത് സബ്വൂഫറിൻ്റെ ഔട്ട് തന്നെയായിട്ട് ഒരു ഔട്ട്, അതായത് 7.1 ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓഡിയോ ടെസ്റ്റിനുള്ള എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ സിനിമ സോങ്സ് നമുക്ക് ഇടാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. അതുകൊണ്ട് യൂട്യൂബ് തരുന്ന സോങ്സാണ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതുകൂടാതെ ഞാൻ യൂട്യൂബിൻ്റെ ഷോർട്സിൽ ഇടാറുണ്ട് ചെറിയ ചെറിയ ഫിലിം സോങ്സുകൾ, ഒരു 15 സെക്കൻഡ് വരാവുന്ന മലയാളം, തമിഴ്, ഹിന്ദി റീമിക്സ് അങ്ങനെയുള്ള പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. പിന്നെ അതുകൂടാതെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. യൂട്യൂബിൻ്റെ ഷോർട്സിൽ മിക്കവാറും ഓരോ സോങ്സുകൾ കേൾക്കാൻ നമുക്ക് ഫിലിം സോങ്സ് ആയിട്ട് കേൾക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വധിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 12.012 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 27.027 എടുത്തിട്ടുണ്ട്. പിന്നെ 12.012 എടുത്തിരിക്കുന്നത് നമ്മൾ ഫാൻ, സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 27.027 നമ്മുടെ സബ്വൂഫറിന് വേണ്ടിയിട്ടാണ്. അത് DC വോൾട്ട് ആകുമ്പോൾ 35.035 ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് സബ്വൂഫറിന് വേണ്ടി മാത്രമാണ്. അതൊരു 5 ആംപിയർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 12.012 എടുത്തിരിക്കുന്നത് ഈ 7265 വേണ്ടിയാണ്. 5 ചാനലിന് വേണ്ടി നമ്മളൊരു 8 ആംപിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഫാൻ വർക്ക് ചെയ്യാനും സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു 12.012 എടുത്തിട്ടുണ്ട്. നമ്മുടെ സറൗണ്ട് ബോർഡും വർക്ക് ചെയ്യുന്നത് അതുവഴിയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഫിൽട്രേഷനൊക്കെ കൂട്ടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ തന്നെ ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോർഡിൽ തന്നെ ഫിൽട്രേഷൻ കൂട്ടി നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മളൊരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് ബോർഡിൻ്റെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള യൂണിവേഴ്സലിൻ്റെ മോസ്ഫെറ്റ് ബോർഡാണ്. IRF 240, 940 ആണ് നമ്മൾ ഇതിനകത്ത് 2 പെയർ ഉപയോഗിച്ചിരിക്കുന്നത്. മോണോ ബോർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു സബിന് വേണ്ടി. ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ തന്നെ ബോർഡ് ഡിസൈൻ ചെയ്യിപ്പിച്ച ബോർഡാണ്. ഇതിൽ നമ്മൾ 5 TDA IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7265 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തൊരു പ്രത്യേകത നമ്മൾ 7 ചാനലാക്കാൻ വേണ്ടിയാണ് ഇതിനകത്തൊരു പ്രത്യേകം ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. പിന്നെ വന്നിരിക്കുന്ന ഒരു ICയിൽ നിന്ന് നമ്മൾ ഇത് ഓരോന്ന് 50 വാട്ട് വീതമാണ് 3 ചാനൽ കിട്ടുന്നത്. ഇത് നമ്മൾ സ്റ്റീരിയോ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു ചാനൽ 25 ആണ് കിട്ടുന്നത്. അപ്പോൾ സൈഡ് സറൗണ്ട് വരുന്നത് 25 + 25 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ICയും കൊടുത്തിരിക്കുന്നതും 25 + 25 ആണ്. അങ്ങനെ സറൗണ്ട് ബാക്കായിട്ട് അത് 2 സറൗണ്ടിലാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു 2 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. 5.1 ആയിട്ടും ഒരു 2.1 ആയിട്ടും. ഇതിനകത്ത് ഒരു റിലേ നമ്മൾ എടുത്തിട്ടില്ല. മൊത്തത്തിൽ എല്ലാ ചാനലിനും വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ പുറകിലായിട്ട് നമ്മളൊരു ഇൻപുട്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ടിനുള്ള ഒരു ഡീകോഡർ വെച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള യൂണിവേഴ്സിൻ്റെ 5.1 പ്രൊലോജിക് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻപുട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ കൊടുത്തിരിക്കുന്നതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഫ്യൂസ്, AC കോഡ്, ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ മൊത്തം നമ്മൾ കൊടുത്തിരിക്കുന്നത് കൺട്രോളുകളും ഡിസ്പ്ലേ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു വയറിംഗ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല രീതിയിലുള്ള ഷീൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വയറിംഗ് ചെയ്തിരിക്കുന്നത്. ഗേജുള്ള വയറുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓക്സിലറി ഇൻപുട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. 2 ഓക്സിലറി ഇൻപുട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ DVD ഇൻപുട്ടാണ്. പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് ഈ DVD ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് DVD ഇൻപുട്ട് എന്ന്. ഇത് നമുക്കൊരു ഓഡിയോ റഷ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കലോ കോയാക്സിലോ SPDF വഴി അതിൻ്റെ ഇൻപുട്ട് കുത്തിയതിന് ശേഷം അതിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ ഈ ഇൻപുട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോൾബി DTS ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഇത് കൊടുത്തിരിക്കുന്നത് ഒപ്റ്റിക്കലും ഒരു കോയാക്സിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്റ്റിക്കലിനും കോയാക്സിൽ ഇൻപുട്ട്, പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ, പിന്നെ വന്നിരിക്കുന്നതാണ് സ്പീക്കർ ഔട്ടുകൾ. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സറൗണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, സബ്വൂഫർ. ഇത്രയാണ് സ്പീക്കർ ഔട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫ്യൂസ് വന്നിട്ടുണ്ട് എൽക്കോണിൻ്റെ. പിന്നെ ഇതിൻ്റെ AC കോഡാണ്. പല വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് AC കോഡ് നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കേണ്ടതാണ്. 3 പിൻ പ്ലഗാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഗേജുള്ള കേബിളാണ് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മാറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം ഇന്നർ ഭാഗം വന്നിരിക്കുന്നത് ഗ്ലോസി ആയിട്ട് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇന്നർ ഭാഗം വന്നിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നതിൻ്റെ എൻകോഡറാണ് ഈ കാണുന്നത്. എൻകോഡർ വഴി നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ അതുകൂടാതെ ഓരോ ചാനലിൻ്റെ വോളിയം, അതായത് ഫ്രണ്ട് ചാനലിൻ്റെ വോളിയം, റിയർ ചാനലിൻ്റെ വോളിയം, സെൻറ്റർ, സബ്വൂഫർ, ഇതെല്ലാം നമുക്ക് ഓരോ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഇതുവഴി സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്കിത് ലോങ് പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മളിത് പവർ ഓൺ സ്വിച്ച് എൽക്കോണിൻ്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിലെല്ലാം എഴുതി കാണിക്കുന്നതാണ്. പിന്നെ ഈ ഭാഗത്ത് താഴെയായിട്ട് വന്നിരിക്കുന്നത് USB-യുടെ സ്ലോട്ടാണ്. അതിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള കൺട്രോളാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം യൂണിവേഴ്സലിൻ്റെയാണ്. യൂണിവേഴ്സലിൽ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. USB പാനലിൻ്റെ സെലക്ട് ചെയ്യാനോ USB, അതുപോലെ തന്നെ OX 1, 2, 3, അതുപോലെ തന്നെ DVD ഇൻപുട്ട്, ഇതിൻ്റെ USB-യുടെ മോഡ് സെലക്ട് ചെയ്യാൻ, ഇതിൻ്റെ USB-യുടെ പ്ലസ് മൈനസ് വോളിയം, പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഫ്രണ്ട് വോളിയം, റിയർ, സബ്, സെൻറ്റർ, മാസ്റ്റർ വോളിയം, പിന്നെ ബേസ്, ട്രിബിൾ, പിന്നെ പാട്ട് സെലക്ട് ചെയ്യാനുള്ള 1, 2, 3, 4 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് റിപ്പീറ്റ്, റീസെറ്റ്, ഇതൊക്കെയാണ്. ഇതിനകത്ത് പ്രൊലോജിക് മോഡുണ്ട്, മൂവി മോഡുണ്ട്, മ്യൂസിക് മോഡുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതുവഴി റിമോട്ട് വഴി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പീക്കറുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന 4 ഇഞ്ച് അവാർഡാണ്. അതുപോലെ തന്നെ സെൻറ്ററും അതുപോലെ തന്നെയാണ് 2 4 ഇഞ്ചും വിത്ത് ട്യൂട്ടറാണ്. ഇതിലും അത് തന്നെയാണ് 4 ഇഞ്ചാണ് ഉപയോഗിച്ചത്. ഇതേപോലെ തന്നെയാണ് സറൗണ്ട് സ്പീക്കറും കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് സോണിയുടെ 12 ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ കമൻറ്റുകൾ കണ്ടു. കാരണം ഞാൻ ഫോൺ ചെയ്ത് എടുക്കാറില്ല, എന്തിനും പിന്നെ ചാനൽ നടത്തുന്നതൊക്കെ. നമ്മൾ മനഃപൂർവ്വം എടുക്കാത്തതല്ല. ചില സമയത്ത് ഇതേപോലെ കടയിൽ കസ്റ്റമർ നിൽക്കുമ്പോൾ നമ്മളൊരു കോൾ വരുമ്പോൾ മിനിമം ഒരു കോൾ വന്ന് എങ്ങനെ വന്നാലും 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കും. അപ്പോൾ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമറെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ചില സമയത്തൊക്കെ റിട്ടേൺ വിളിക്കാനായിട്ട് മറന്നു പോകും. പിന്നെ മിക്കവാറും ചില ടൈമിലൊക്കെ പുറത്തായിരിക്കും. പുറത്ത് പോയി നമ്മൾ എന്തെങ്കിലും കേബിൾ മേടിക്കാനോ അല്ലെങ്കിൽ മറ്റേ ബാങ്കിൽ പോകാനോ ഈ സമയത്തൊക്കെ നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്. അത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഒരു ദിവസം മാക്സിമം തന്നെ കോളുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. എന്തിൽ കൂടിയാലും ഇനിയായാലും കോൾ വിളിച്ചാൽ മതി. വാട്സപ്പ് ചാറ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ആംപ്ലിഫയറിൽ, അതായത് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടൊറോയിഡ് ട്രാൻസ്ഫോമർ എത്ര വാട്ട്സ് എത്ര വോൾട്ട് ഉപയോഗിച്ചിരിക്കുന്നു, സബ്വൂഫറിൻ്റെ വാട്ട് എത്ര, എന്തൊക്കെ കമ്പോണൻ്റാണ് ഉപയോഗിച്ചിരുന്നത്, ഇതെല്ലാം ഡീറ്റെയിലും ഇതിൻ്റെ വില വിവരങ്ങൾ ഇതെല്ലാം ഡീറ്റെയിലും ഞാൻ താഴെ കൊടുക്കാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എത്രയൊക്കെ വീഡിയോയിൽ വന്നാലും ഇതാരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ്. നിങ്ങളുടെ വീഡിയോന് താഴെ ഒരു മോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് വായിച്ചറിയാൻ സാധിക്കും. അത് പോയിട്ടൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.